നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു സർവേയുടെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല, തിരക്കിൽ വിട്ടുപോയി. അപ്പോൾ ഒരു 401 പേരാണ് ഇതുവരെ സർവേയിൽ പങ്കെടുത്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. വലിയ ആശങ്കപ്പെടാനുള്ള ഒരു ഡാറ്റയല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ഇന്നലെ ഒരു 80ഓളം പേര് പുതുതായിട്ട് സർവേയിൽ വന്നപ്പോൾ കാര്യമായിട്ടുള്ള ഒരു മാറ്റം വന്നത് കുറച്ചുകൂടി താഴേക്കാണ്. ഒരു 100ന്റെ മുകളിലേക്ക് വലിയൊരു മാറ്റം വന്നിട്ടില്ല. പിന്നെയും കുറച്ചുകൂടി അധികം മാറ്റം വന്നത് താഴേക്കാണ്. ഒരു 90ന്റെ താഴേക്കാണ് വലിയൊരു മാറ്റം വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സർവേയിൽ ഏകദേശം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിൽ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ധാരണ അങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 1-2 ദിവസം കൊണ്ട് ഒരു ചിത്രം കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ സർവേയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ചില ആളുകൾ നെഗറ്റീവ് പറയാനായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഒരു പോസിറ്റീവ് മെസ്സേജിനേക്കാളും ഞാൻ വില മതിക്കുന്നത് നെഗറ്റീവ് മെസ്സേജുകൾക്കാണ്. കാരണം നമ്മൾ ഉത്തരവാദിത്വബോധം കൂട്ടുന്ന ഒരു കാര്യമാണത്. എല്ലാവരും നമ്മളെ കൃത്യമായിട്ട് ചിലർ വാച്ച് ചെയ്യപ്പെടുന്നുണ്ട്, ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടും. അപ്പോൾ അതുകൊണ്ട് അത് വലിയ കാര്യമാക്കുന്നില്ല. എന്നാലും അവരുടെ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുന്ന ഈ നെഗറ്റീവ് മെസ്സേജ് ഇടുന്ന സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഐഡികൾ പേരിന് ചെറിയ സാമ്യമൊക്കെ തോന്നി. എനിക്ക് ഒരു അക്ഷരത്തിനൊക്കെ വ്യത്യാസമുള്ളൂ. അപ്പം ചില സംശയങ്ങൾ എനിക്ക് തോന്നി. ഞാൻ ഒന്നിൻ്റെ പിന്നാലെ അതിൻ്റെ വേര് തേടി പോയപ്പോൾ എത്തിയത് മറ്റൊരു യൂട്യൂബ് ചാനലിലാണ്. ഇതുപോലെ LSS സെക്രട്ടറി എക്സാമിനടക്കം ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനാണ് അവർ ഈ നെഗറ്റീവ് മെസ്സേജ് ഇടുന്നത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം അവരുടെ ചാനൽ നോക്കിയപ്പോൾ അവർക്ക് ചെറിയ സക്സസ് സ്റ്റോറിയൊക്കെ പറയാനുണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് മൊത്തം ഒന്ന് തിരഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ടാൻഡം PSC കഴിഞ്ഞാൽ കുറച്ചെങ്കിലും LSS എക്സാമിന് സക്സസ് സ്റ്റോറി പറയാനുള്ള ഒരു ചാനലാണത്. അപ്പോൾ അവരെക്കാൾ മുകളിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണോ അവർക്ക് എന്നറിയില്ല. സത്യം പറഞ്ഞാൽ ആ ചാനലൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ചാനലാണ് ഞാനത്. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടിയൊക്കെ ഈ പറയുന്ന ഈ ചൂഷണം ചെയ്യുന്ന കോച്ചിങ് സെന്ററുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുട്ടികളോടൊപ്പം നിൽക്കുന്ന ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളോടൊപ്പം നിൽക്കുന്ന ഒരു ചാനൽ എന്നുള്ള നിലക്കായിരുന്നു ഞാൻ ആ ഒരു ചാനലിനെ കണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫേക്ക് ഐഡിയിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട ഇതല്ലായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ടാവുകയാണ്. അപ്പോൾ സാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് നിങ്ങളുടെ ആ ഒരു നിലവാരത്തിന് താഴേക്ക് പോവരുത് എന്നുള്ളതാണ്. കാരണം കുട്ടികൾ ഇതൊക്കെ കണ്ട് വിലയിരുത്തും. നമ്മളൊക്കെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്തത് ഒരു മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ആയിട്ട് അല്ല കാണുന്നത്. നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥികൾ ഒരു എക്സാം ഹാളിൽ അഭിമുഖീകരിക്കുന്ന ടെൻഷനുകൾ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ എന്നുള്ള നിലക്ക് കുട്ടികളെ സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ചീപ്പ് പരിപാടികളൊന്നും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത്ര ശരിയല്ല എന്നുള്ളത് വളരെ സ്നേഹബുദ്ധിയാണ്. ഞാൻ അതിന്റെ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം അവരെ മോശമാക്കുക എന്നുള്ള ഉദ്ദേശമല്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു ചാനലാണ് അദ്ദേഹത്തിന്റെ ചാനൽ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെക്കാൾ കൂടുതൽ മറ്റൊരു ചാനലിലെ കുട്ടികൾക്ക് മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രയാസമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് കിട്ടട്ടെ എന്നുള്ള ചിന്താഗതിയാണ്. നമുക്കത് എന്നിലൂടെ തന്നെ വേണമെന്നുള്ള വാശിയൊന്നും എനിക്ക് കാര്യത്തിലില്ല. കാരണം നല്ലൊരു ക്ലാസ് യൂട്യൂബിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ ഈ ഒരു LSS എക്സാമിന്റെ സമയത്ത് ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങാൻ തന്നെ കാരണം. അപ്പം അതുകൊണ്ട് അത്തരം ഒരു രീതികളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. വിമർശനങ്ങളൊക്കെ ആവാം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അപ്പോൾ ഒരു മാന്യമായ ശൈലിയും രീതിയും ഒക്കെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഏതായാലും സർവേയിൽ കടക്കാമെന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ ഒരു സർവേയിൽ 401 പേര് പങ്കെടുത്ത സർവേയിൽ നമുക്ക് കിട്ടിയത് 110 മുകളിൽ മാർക്ക് കിട്ടിയ 35 പേരെയാണ് നമുക്ക് കിട്ടിയത്. 110 മുകളിൽ നേരത്തെ നമ്മൾ ഇന്നലെ സർവേ ചെയ്ത സമയത്ത് 29 പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 80 പേര് കൂടിയപ്പോൾ ഇവിടെ വെറും 9 പേരാണ് കൂടിയത്. ആ ഒരു പെർസെൻറ്റേജ് അനുസരിച്ചുള്ളൊരു വർധന ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ 101 മുതൽ 110 വരെയുള്ള മാർക്കുള്ള കുട്ടികളിൽ അവിടെ ചെറിയ കുറച്ചൊരു കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 49 ആയിട്ടുണ്ട്. 101 to 110 റേഞ്ചിൽ. 96 to 100 റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും വലിയൊരു മാറ്റം ഉണ്ടായിട്ടില്ല. 38 നിലവിൽ അവിടെ വന്നിട്ടുള്ളത്. 91 to 95 റേഞ്ചിലാണെങ്കിൽ 39 പേരുണ്ട്. 86 to 90 റേഞ്ചിൽ 50 പേര്. 85 താഴേക്ക് 190 പേര്. മൊത്തം 401 പേര് പങ്കെടുത്ത സർവേയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നമുക്കറിയാം ഇനിയും ഒരുപാട് പേര് സർവേയിൽ പങ്കെടുക്കാൻ
പങ്കെടുക്കാതെ പുറത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആക്യുറേറ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ കൊടുത്തത് തന്നെ എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്കറിയില്ല. അത് മാത്രമല്ല, ഒരുപാട് ഡിലീഷൻ വരാൻ നിൽക്കുകയാണ്. നമ്മൾ പിന്നെ ചാനലിലൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ ഞാൻ നമ്മുടെ കുട്ടികളോട് പറയുന്നത് കുറച്ച് ചോദ്യങ്ങളെങ്കിലും ഡിലീറ്റ് ചെയ്യാതെ ബാക്കിയാക്കണമെന്നാണ്. കാരണം ആ രീതിയിലാണ് ക്വസ്റ്റ്യനിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് ഏത് ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെടാം എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ടിൽ നല്ല സ്കോർ ചെയ്ത ആളുകൾ ഒരിക്കലും എന്താ പറയുക കൂടുതലായിട്ട് ആത്മവിശ്വാസം വേണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിരുത്സാഹപ്പെടുത്തല്ല, പക്ഷേ ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ഏത് ക്വസ്റ്റ്യനും നമ്മൾ എഴുതിയതാവാൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ജോലി കിട്ടി എന്നുള്ള ഒരു ആശ മനസ്സിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ വലിയ നിരാശ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒരു പക്ഷേ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ തെറ്റിച്ചതാവാം, അതിനും സാധ്യതയുണ്ട്, ചിലപ്പോൾ ശരിയാക്കിയതാവാം. അപ്പോൾ ഏതായിരുന്നാലും ഇത് എന്ത് സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഈ ഒരു സർവേയെ സമീപിക്കേണ്ടത്. നിലവിലുള്ള ഒരു ഡാറ്റ വെച്ചിട്ട് ഒരു 90-ന് മുകളിലുള്ളവരൊക്കെ സേഫ് ആണെന്ന് പറയാം ഇപ്പോഴത്തെ ഒരു ഡാറ്റ വെച്ചിട്ട്. പക്ഷേ അതിൽ ഞാൻ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് പേര് സർവേ ചെയ്യാതെ പുറത്തുണ്ട്. മാത്രമല്ല പിന്നെ ക്വസ്റ്റ്യൻ ഡിലീഷനും സാധ്യതയുണ്ട്. അതൊക്കെ പരിഗണിക്കുമ്പം ഇത് പിന്നെ എല്ലാവരും ഒരു എത്രത്തോളം സേഫ്റ്റി നിലനിൽക്കുമെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മളിപ്പോൾ കിട്ടുന്ന ഒരു ഡാറ്റ അനുസരിച്ച്, കാരണം നമ്മൾ ഈ ഡാറ്റയിലെ നമ്പർ കൂടുമ്പോൾ, സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുമ്പോൾ ഈ 90-ന് മുകളിലേക്ക് കാര്യമായിട്ട് ബാധിക്കാത്ത ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് എല്ലാ സെന്ററുകളുടെയും പിന്നെ കുട്ടികൾ സർവേയിൽ പങ്കെടുത്തിട്ട് കൂടി വലിയൊരു മാറ്റം ഈ ഒരു മുകളിലേക്ക് വരുന്നില്ല. 90-ന് മുകളിലേക്ക് കാര്യമായിട്ടൊരു മാറ്റം വരുന്നതായി കാണുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു 90-ന് മുകളിൽ ഇപ്പോൾ സേഫാണ് എന്നുള്ളത് പറയാം. പക്ഷെ എത്രത്തോളം അത് ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായിരുന്നാലും നമ്മൾ ഈ മാർക്ക് റേഞ്ച് ഒന്നുകൂടി നോക്കാം. 110-ന് മുകളിൽ ഇപ്പോൾ 35 പേരാണ് ഉള്ളത്. 101 to 110 49 പേരുണ്ട്. 96 to 100 38 പേരുണ്ട്. 91 to 95 39 പേരുണ്ട്. 86 to 90 50 പേര്. 85-ന് താഴെ 190 പേര്. അങ്ങനെ മൊത്തം 401 പേരാണ് സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഈ സർവേ എന്ന് പറയുന്നത് പ്രൊവിഷണൽ ആൻസർ കീ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ കീയിൽ മാറ്റം വരാം, ഡിലീഷൻ വരാം, അതിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് പേര് സർവേയിൽ പങ്കെടുക്കാനുണ്ട്. അതൊക്കെ പരിഗണിക്കുമ്പോൾ ഇതൊരു എക്സാക്ട് ഒരു കറക്റ്റ് ഡാറ്റയാണ് എന്ന് പറയാൻ പറ്റൂല. സർവേ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അല്ലെ, ഒരു നിശ്ചിത സാമ്പിളിൽ നിന്ന് നോക്കിയിട്ട് ഒരു ശതമാനം വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഏതായാലും 100-ന് മുകളിലുള്ളവർ ഏതായാലും സേഫ് ആണെന്ന് പറയാം. 90-ന് മുകളിലുള്ളവർ തന്നെ ഒരു പക്ഷേ ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കാം എന്നേ പറയുന്നുള്ളൂ. അതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. കാരണം കൂടുതൽ പേര് സർവേയിൽ പങ്കെടുക്കുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ ഡാറ്റ കുറഞ്ഞു വരും. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. നമ്മൾ ഇത്രയും പഠിച്ചതാണ്, ഇത്രയും ടഫുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കിട്ടുമെന്ന് ആത്മവിശ്വാസത്തോടെ ആരും നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ പഠനം ബ്രേക്ക് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരും ഇത് കിട്ടുമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണ്ട, ആത്മവിശ്വാസം കൂടണ്ട. അതോടൊപ്പം നിങ്ങൾക്ക് ഇത് കിട്ടാത്തതിന്റെ പേരിൽ ഇതിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച് ഇനിയുള്ള പഠനത്തെ അത് ബാധിക്കുന്ന രീതിയിലേക്കും പോകരുത്. എക്സാം ഒരുപാട് PSC ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടെല്ലാം കഴിഞ്ഞു എന്നൊന്നും വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഇതിലും നല്ലതൊരു പക്ഷേ നിങ്ങൾക്ക് വരാനുണ്ടാകും. അതുകൊണ്ട് തന്നെ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട്, മുൻവിധികളൊക്കെ മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് എല്ലാവരും തയ്യാറെടുക്കുക. എല്ലാവരും, ഞാൻ പറഞ്ഞത്, ഈ ലിസ്റ്റിൽ ഹൈ പൊസിഷനിലെത്തിയ ഹൈ മാർക്കിലെത്തിയ ആളുകൾ പോലും, കാരണം ഇത് ലിസ്റ്റ് വന്നാൽ തന്നെ ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനം നടക്കും, നിയമനം നടക്കുമോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. അങ്ങനത്തെ ഒരു പോസ്റ്റാണ് ഈ പറയുന്ന സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് കാലം കേസിന്റെ പേരിൽ വിളിക്കാതിരുന്ന ഒരു പോസ്റ്റാണിത്. ഇനിയും ഒരു പക്ഷേ കേസിനൊക്കെ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ ഡയറക്റ്റ് സെക്രട്ടറിമാർ ചെല്ലുമ്പോൾ താഴെയുള്ള ആളുകളുടെ പ്രൊമോഷൻ സാധ്യതകളെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇതിനെ എങ്ങനെയെങ്കിലും ഒക്കെ നേരിടാനൊക്കെ അവരുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് ഏതൊക്കെ രീതിയിൽ അത് എഫക്ട് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലിയിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി ജോലിയിൽ കയറുന്നവരെ ഒരു കാരണവശാലും നിങ്ങൾ പഠനം നിർത്തരുത് എന്നാണ് വീണ്ടും പറയാനുള്ളത്. വീണ്ടും പറയുന്നത്, പലരും ഇത് ആത്മവിശ്വാസം കൂടിയിട്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പലരും ടെലിഗ്രാം ചാനൽ നമ്മളോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്.
സാറേ എനിക്ക് 110 മാർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 105 മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ സെക്രട്ടേറിയറ്റ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം ആ മണ്ണിൽ ക്വസ്റ്റ്യൻ ഡിലീഷന്റെ കാര്യമുണ്ട്. പിന്നെ ലിസ്റ്റിൽ വന്നാൽ തന്നെ 110ന്റെ മേലെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്, ഇനിയും ഒരുപാട് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ വന്നാൽ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ താഴെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിയമനം കിട്ടുമെന്നൊന്നും ഉറപ്പിച്ചൊന്നും പറയാനും പറ്റൂല. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് കൂടി ഇപ്പൊ നിങ്ങൾ എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, അതിന്റെ ഒരു പകുതി എഫേർട്ട് എടുത്താൽ മതിയാവും, പകുതിയും വേണ്ട. കാരണം ഇത് നമുക്ക് 2-3 മാസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ കേസിൽ നമുക്കൊരു 10 മാസത്തോളം നമുക്ക് പഠിക്കാൻ ശരിക്കും കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.